ഗൈസ് വെൽക്കം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ മൈക്കൊക്കെ വാങ്ങിട്ടോ. അപ്പോൾ ഗൈസ് ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ പൂച്ചേനെയും പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ. അപ്പോൾ ഗൈസ് അത് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഗൈസ്, ഏത് വീട്ടിലാണെന്ന് അറിയത്തില്ല ഗൈസ്. എവിടുന്നോ വന്ന ഒരു പൂച്ചയാണ് ഗൈസ്. കുറച്ച് ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ഗൈസ്. കുഞ്ഞുങ്ങളും ഉണ്ട്, തള്ളപ്പൂച്ചയും ഉണ്ട്. ഇതേണ്ടേ അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടോ, തിരുമുന്നു, അവിടെ നിന്ന് അച്ചു തിരുമുന്നു. ഭയങ്കര വലിയ ഡയലോഗൊക്കെ അടിക്കും, പക്ഷേ പൂച്ചയുടെ അടുത്ത് വരെ പോകാൻ വേണ്ടിയിട്ട് പേടിയാണ്. ഇത് കഴിഞ്ഞ ദിവസം കുറേ നാളായിട്ട് ഇതിലെ നടപ്പുണ്ടായിരുന്നു, ഇങ്ങനെ ഗർഭിണിയായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നോക്കിയപ്പോൾ വയറൊക്കെ ഒട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതെ ഇത് കണ്ടോ, അതിന് പേടി കടിച്ചു. പക്ഷെ ഭയങ്കര സ്നേഹം, ഭയങ്കര ഇണക്കോ, വിളിക്കുമ്പോഴൊക്കെ ഓടി വരുന്നു. ഇത് അവിടെ ഒരു കാറ് കണ്ടോ കിടക്കുന്നത്, അതിൻ്റെ അടിയിൽ ആ എഞ്ചിൻ്റെ ആ ഭാഗത്ത് 3 എണ്ണം ഉണ്ട്. നല്ല ഒരു ഓറഞ്ചും പിന്നെ ഒരു ഗ്രേ കളറും പിന്നെ ഒരു കറുപ്പ് കളറും അതുണ്ട്. ഇപ്പം ജോസൂണ് അതിനെ തപ്പിക്കൊണ്ടിരിക്കുക എഞ്ചിൻ്റെ അടിയിൽ. പിന്നെ രാവിലെ സിറ്റൗട്ടിൽ, പിന്നെ ജീപ്പിൻ്റെ അകത്ത്, പിന്നെ വാർക്കപ്പുറത്ത്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇരിക്കുന്ന. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നൊന്നുമില്ല, പാലുകൂടിയൊക്കെ മാറ്റി. ഇതിൻ്റെ ആണ്. പിന്നെ ഇതിൻ്റെ കയ്യിലൊരു മുറിവുണ്ട്, ഈ ഇടയ്ക്ക് അതിൻ്റെ കയ്യിലൊരു മുറിവ്. പിന്നെ അതിൻ്റെ താടിയുടെ കാണിച്ച് ഇവിടെയായിട്ടൊരു മുറിവുണ്ട്. പിന്നെ ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അത് രാത്രിയൊക്കെ നമ്മൾ ഈ ജനലിൻ്റെ അവിടെ വന്ന് നിൽക്കും. ഇത് രാത്രി ഇവിടെ ഓടുന്നു, പിടിക്കുന്നു, അടിക്കുന്നു, തമ്മിൽ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നു, ഭയങ്കര പരിപാടി. തള്ളപ്പൂച്ച ഇവിടെ വന്നിരിക്കും ഇതെല്ലാം കാണാൻ വേണ്ടി. പിന്നെ രാത്രി പിന്നെ പാലൊക്കെ കൊടുക്കും ഇടയ്ക്ക്. ഇവിടെ മറ്റേ പാക്കറ്റ് പാലാണ് മേടിക്കുന്നത്, അപ്പം അതിടയ്ക്ക് കൊടുക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പേടിയാട്ടോ. നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ കാലിൻ്റെ ഇതിലേക്ക് വന്നായിരുന്നു. അച്ചാച്ചി ഇവിടെ ഇരുന്ന് ഇതിനെ പിടിക്കുന്ന സമയത്ത് അതൊക്കെ പുറകിലൂടെ വരും. അപ്പോൾ ഗൈസ് തന്നെ പൂച്ചക്കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് നല്ല കളിയാണ് ഗൈസ്. 3 എണ്ണം ഉണ്ട്. അതെ അതാണ് ഗൈസ് ഒരു പൂച്ച എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു പൂച്ച തന്നെ അവിടെ ഒരു ബോൾ ഗൈസ്, ഒരു കുഞ്ഞൊരു ബോൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് അവിടെ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ബോൾ കിടപ്പുണ്ട്, ഒരു യെല്ലോ ബോളാണ് കേട്ടോ. പോയ ബോളൊന്നുമല്ല, അതിവിടെ കിടക്കുന്ന ബോളാണ് കേട്ടോ. ആ ബോൾ അവിടെ ആ ബോളിട്ട് നന്നായിട്ട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ഓ മൈ ഗോഡ് ഗൈസ്, കടിക്കൂല, അത് കടിക്കൊന്നുമില്ല. ചിലപ്പോൾ മാന്ത് വേണ്ട അതിൻ്റെ. ഗൈസ് ഇത് കണ്ടോ, ഈ ഭാഗത്ത് നേരത്തെ ഭയങ്കര ഈ മറ്റേ എന്നായിരുന്നു ഈ മരണശല്യം ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഒരു ശല്യമില്ല കേട്ടോ. എല്ലാത്തിനും ഈ പൂച്ചയെല്ലാം പിടിച്ച് തിന്ന് ഇപ്പോൾ ഒറ്റ ശല്യമില്ല. ഭയങ്കര കളിയാട്ടോ. ഈ അടക്കയൊക്കെ ഞങ്ങളിവിടെ ഉണക്കാനിടുന്ന കൊണ്ടുപോയി അത് ഉരുട്ടി കളിയാണ്. പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ബോൾ ഇട്ട് കൊടുത്തു. ഇങ്ങ് വന്നേടാ, അതവിടെ ഈ ജോസൂണിനെ എവിടെയെങ്കിലും കണ്ടു. ഇതിന് മുന്നേ ഒരു പൂച്ച ഉണ്ടായിരുന്നു അല്ലേ, അത് പോയി. ജോസൂട്ടൻ അതിനകത്ത് ഒരു കുഞ്ഞിനെ ആണെങ്കിൽ ജോസൂട്ടൻ വലിയ കാര്യത്തിന് രാവിലെ ഞങ്ങൾ നോക്കിയപ്പം കുഞ്ഞിന് വയ്യായിരുന്നു. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അവൻ പറയാ പൂച്ചയ്ക്ക് കണ്ണീപ്പീളം ഉണ്ടായിരുന്നു, അവൻ കഴുകുക എന്ന് പറഞ്ഞ് വെള്ളത്തിനകത്ത് അവൻ മുക്കി പിടിച്ച്. ഇവൻ കണ്ണീപ്പീള കളയുക എന്ന് പറഞ്ഞ് ഗൈസ് ആ വെള്ളത്തിനകത്ത് മുക്കി പിടിച്ചേക്കുമായിരുന്നു. പിന്നെ ഈ പൂച്ചേനെല്ലാം കൊന്നു, അത് ചത്തു ഒരെണ്ണം. എന്നിട്ട് ഒരെണ്ണത്തിനെ എടുത്ത് എറിയുന്നു. ഭയങ്കര പരിപാടി. അപ്പോൾ ഗൈസ് ഈ പൂച്ചകൾ ഇതിലെ ഇങ്ങനെ നടക്കും. പിന്നെ രാവിലെ അങ്ങനെ കാണത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വീട്ടിനകത്തോട്ട് കയറുവാണെങ്കിൽ തള്ളപ്പൂച്ച വേണ്ട ഈ ഞാനിപ്പോൾ ഇരുന്ന ആ സ്ഥലത്ത് വന്ന് നിൽക്കും. ആ കുഞ്ഞുങ്ങൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ മിറ്റം മുഴുവനും കളി ബഹളം ഭയങ്കര ഇത്. ഇപ്പോൾ ഇവിടെ ബോളൊക്കെ കിടക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബഹളം. പുറകുവശത്താണ് തീറ്റയൊന്നും കൊടുക്കുന്നത്. പിന്നെ വീട്ടിനകത്തോട്ട് കയറ്റി തരാം. പിന്നെ നമ്മളെ മിട്ടുമൊക്കെ ഉണ്ടല്ലോ, അറിയാലോ, മിട്ടുവിനെ അവർ ചിലപ്പോൾ ഫുഡാക്കിയെന്ന് വരും. അതുകൊണ്ട് നമ്മൾ അകത്തോട്ടൊന്നും കയറ്റുന്നില്ല. അത് അകത്തോട്ടൊന്നും കയറില്ല. ആ വാതിലിൻ്റെ അവിടെ വന്നിട്ട് 2 കാലും എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ച് നിൽക്കുമല്ലേ എടി. അപ്പോൾ ഗൈസ് നമ്മൾ വിളിച്ചാലൊക്കെ അത് പുറകെ, ഇപ്പോൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു നമ്മൾ പുറകിൽ നിന്ന് വിളിച്ചാൽ ഇത് കറങ്ങി പുറകിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പുറകിലാണ് ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ഇതിലേ കൊടുക്കത്തില്ല, കാരണം ഇവിടെ ഒരു ജനലുണ്ട് ഗൈസ്. ഇതിലേ നമ്മൾ പുറത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് അകത്തേക്ക് ചാടി വരുമോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കത്തില്ല, നമ്മൾ ഇവിടുന്ന് വിളിച്ച് പുറകിലേക്ക് കൊണ്ടുപോകും. പുറകിൽ നമ്മൾ പാലാണെങ്കിൽ പാല്, ചോറാണെങ്കിൽ ചോറ്, മീൻ എല്ലാം കൊടുക്കും. നമ്മളിപ്പോൾ ചോറും മീനും മാത്രമല്ല, നമ്മൾ പാലും കൂടെ പൂച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോറും മീനും മാത്രമേ കൊടുക്കുന്നത് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഇച്ചിരി പാലും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ
ഇതിൽ ഇങ്ങനെ രാത്രിയാണ് കേസ് ഇതിൻ്റെ അംഗമൊക്കെ തുടങ്ങുന്നത്. അവിടെ ഒരു കസാര ഉണ്ട് കേസ്, ആ കസാര തന്നെ കിടക്കുന്നത്. പിന്നെ മഴയൊക്കെ പിന്നെ അവിടെ കിടക്കത്തില്ല, കുഞ്ഞുങ്ങൾ അവിടെ കിടക്കും. തള്ളപ്പൂച്ച അതിലെങ്ങാണ്ട് കിടക്കും. അപ്പോൾ ഗൈസ് അതുകൊണ്ട് തള്ളപ്പൂച്ച ചില സമയത്ത് ഈ മഴയൊക്കെ ഇടി വെട്ടുട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പേടിച്ചാലോ എന്തെങ്കിലും സംഭവിച്ചാലും ഓർത്ത് വേറെ ഏതൊരു സ്ഥലത്തേക്ക് കൊണ്ട് ഇരുത്തും കേട്ടോ. അത് ഏത് സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം രാവിലെ ആണെങ്കിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഗൈസ് തള്ളപ്പൂച്ചേനെ മാത്രമേ ഉള്ളൂ ഗൈസ്, കുഞ്ഞുങ്ങളില്ല ഗൈസ്. ഞങ്ങൾ പുറകിലേക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെയും കൊടുക്കും, ഇച്ചിരി വൈകുന്നേരവും കൊടുക്കും കേട്ടോ പാല്. അപ്പോൾ പുറകിലേക്ക് വിളിച്ചു, എന്നിട്ട് പാല് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളും കൂടെ പുറകെ കാണുന്നതാണ്, പക്ഷെ തള്ളപ്പൂച്ച മാത്രമേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ വിചാരിച്ച് കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പട്ടി വല്ലതും വന്ന് കൊണ്ടുപോയോന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും 3 എണ്ണത്തിന് ഒരുമിച്ച് കൊണ്ടുപോകില്ല. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കാറിൻ്റെ അടിക്കോടെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴാണ് ഗൈസ് മനസ്സിലായത് മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ഇടി ഉണ്ടായിരുന്നു രാത്രി, നല്ല ഇടി വെട്ടുന്നുണ്ടായിരുന്നു ആ ദിവസം. അതുകൊണ്ട് ആ കുഞ്ഞിനെ വേറെ ഏതൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഇരുത്തേക്ക് വരുന്നു കേസ്. പക്ഷെ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും ഇതാ പ്രത്യേകതയാണ് ഇത്. ഈ തള്ളപ്പൂച്ച രാവിലെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് തിന്നുന്ന വരെയുള്ള സമയമുണ്ട്. അപ്പം ഇത് ഇര പിടിക്കാനും സർക്കിടാനൊക്കെ പോവും. അപ്പം സർക്കിട്ട് പോവും. പിന്നെ നമ്മൾ സാധാരണയാണെങ്കിൽ ഇപ്പം തള്ളപ്പൂച്ച ഈ സ്ഥലത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞി പൂച്ചകൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. നമുക്ക് എവിടെ നോക്കിയാലും ഇപ്പം വീടിന് ചുറ്റിനും ഈ പൂച്ചകൾ കാണും. പക്ഷേ തള്ളപ്പൂച്ച എങ്ങോട്ടേലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തും. പിന്നെ അത് അവിടെ നിന്ന് അനങ്ങും, ചെറിയ ഒച്ച പോലും കേൾക്കില്ല അല്ലേടി? അപ്പോൾ ഗൈസ് ചേട്ടായി പറഞ്ഞാൽ തന്നെ സത്യമാണ് കേട്ടോ. തള്ളപ്പൂച്ച ഉണ്ടെങ്കിൽ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ഭയങ്കര കളിയും ചിരിയും, അവിടുന്ന് ഇങ്ങനെ മറിയാണ് കേസ് മണ്ണി കിടന്നത്. പക്ഷെ തള്ളപ്പൂച്ച ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തള്ളപ്പൂച്ച കൊണ്ട് ഇരുത്തും. എന്നിട്ട് അവിടുന്ന് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കും. നമ്മൾ വിചാരിക്കും ഈ തള്ളപ്പൂച്ച ഇതിനെയും കൊണ്ടാണോ പോയിരിക്കുന്നത്. തള്ളപ്പൂച്ച ഇങ്ങനെ താഴത്തു കൂടെ ഒക്കെ പോകും കേട്ടോ, ഈ സൈഡിൽ കൂടെ. നമ്മുടെ വീടിൻ്റെ ചുറ്റിനേ പോകത്തുള്ളൂ, എന്നാൽ പുറത്തേക്കൊക്കെ പോകും ഗൈസ്. എന്നാലും തിരിച്ച് വീട്ടിൽ തന്നെ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇതിനെ എന്നിട്ട് വന്നു കഴിയുമ്പോഴാണ് ഗൈസ് അറിയുന്നത് നമ്മളെ ഇവിടെ പൂച്ച തന്നെ ഉണ്ടെന്ന് ഗൈസ്. പിന്നെ രാത്രി കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഴയുണ്ട്, എന്നാലും ഇടിയൊന്നും ഇല്ലെങ്കിൽ ചെറിയ മഴ ഉള്ളെങ്കിൽ അവിടെ ഒരു കസാരയുണ്ട് ഗൈസ്. കസാര തുണിയൊക്കെ വിരിച്ച് ഇരിപ്പുണ്ട് ഗൈസ്. അത് എന്നെ തുണി നമ്മൾ നേരത്തെ തൊട്ട് വിരിക്കുന്നതായിരുന്നു. അവിടെ നമ്മുടെ പൂച്ചകളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. തള്ളപ്പൂച്ചയും 3 കുഞ്ഞുങ്ങളും അവിടെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ രാവിലെയൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങൾ നേരത്തെ എഴുന്നേക്കും കേട്ടോ. എഴുന്നേക്കുന്ന സ്കൂളിൽ പോകാൻ വേണ്ടി നേരത്തെ എഴുന്നേക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ 3 എണ്ണം കൂടെ അവിടെ കിടന്ന് നല്ല കളിയായിരിക്കും കേട്ടോ. അവിടെ മറ്റേ ബുള്ളറ്റിന് ടയർ ഇരിപ്പുണ്ട്, ആ ടയറിൽ കൂടെ വലിഞ്ഞു കയറലായിരിക്കും പണി കേട്ടോ. അത് ചിലതൊക്കെ ജീപ്പിൻ്റെ അടിയിൽ കയറി എഞ്ചിൻ്റെ അതോടെ അതിലൂടെ കുറേ വയറൊക്കെ ഉണ്ടല്ലോ, ആ വയറിലൂടെയൊക്കെ നടക്കും. പിന്നെ കസാരയിൽ കയറി അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും അവിടെ ഒരു ചവിട്ടി കിടപ്പുണ്ട് കേട്ടോ. ആ ചവിട്ടിയുടെ സൈഡ് വെച്ച് ഇങ്ങനെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതേൽ കിടന്ന് കളിക്കുക, ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് ഗൈസ്. പിന്നെ അപ്പോൾ ഗൈസ് ഈ പൂച്ചയാണ് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന നമ്മുടെ അതിഥി എന്ന് പറയുന്ന പൂച്ച. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പിടിച്ചോ. പുതിയ വീഡിയോസ് ആണ് തരും. അതുവരെ ബൈ. പൂച്ച പോയില്ല.